ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്നും മഴയുടെ കാര്യം ചോദിച്ചാൽ ദേഷ്യം വരല്ലേ. ഇന്ന് മഴയില്ലായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്ന് നേരം വെളുക്കുന്നേരം മഴയുണ്ടായിരുന്നു. ഏറെക്കുറെ കൊള്ളാം, നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയി വന്നേക്കുകയാണ്. 7 മുട്ട, ഒരു വലിയ തേങ്ങയുടെ 1 മുറി തേങ്ങ എടുത്ത് എനിക്ക് പിഴിയാൻ കൈക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് തേങ്ങ പൊടിച്ചാണ് എടുത്തത്. പൊടിച്ചുണക്കിയെടുത്ത് നല്ല പൗഡറാക്കിയാണ് എടുത്തത്. പൊടിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി, പിന്നെയും പൊടിച്ച് അങ്ങനെ എടുത്ത്. അതും 7 മുട്ടയും ഇച്ചിരി ഏലക്കാപ്പൊടി ശർക്കരയും കൂടെ, ശർക്കര അലിച്ച് ഞാൻ എടുക്കുമായിരുന്നു. എടുത്ത് അതിൽ ചേർത്ത് ആവിക്കകത്ത് വെച്ച് 5 മിനിറ്റൊന്നും വെച്ചേക്കരുത്. അതിന് മുന്നേ അത് വേവും. ഞാനതിൽ ശകലം നെയ്യ് തടവിയായിരുന്നു. നെയ്യ് തടവിയിട്ടാണ് ഇഡ്ഡലിപ്പാത്രത്തിനകത്ത് പാത്രം വെച്ചത്. എനിക്ക് തോന്നുന്നു ഇഡ്ഡലിപ്പാത്രം വെക്കണ്ടായിരുന്നു. ഒരു ചരുവത്തി വെച്ചിട്ട് തിരികെ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതിയായിരുന്നു. നല്ല ടേസ്റ്റാണ്. കയ്യിലെടുത്ത വായു വെച്ചാൽ അങ്ങ് അലിഞ്ഞു പോകും. നല്ല സ്പോഞ്ച പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കി എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ വളരെ കുറവാണ്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലല്ല വന്നത് കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ ഇത് കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫ്രൈ പാനിൽ ചൂടാക്കിയിട്ടായിരുന്നു വെക്കുന്നത്. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ വെക്കുമ്പം വേറൊരു ടേസ്റ്റ്, നല്ല രുചി. വെള്ള ആവിയിൽ വെച്ചുണ്ടാക്കുന്നതാണ്. കൊച്ചുങ്ങൾ വീട്ടിൽ നിൽക്കുമ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. മുട്ട വെറുതായി കൊടുത്താൽ കഴിക്കാത്ത കൊച്ചുങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അവർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ കൊടുക്കുന്നത് നല്ലതല്ലേ. പിന്നെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് പാടാണ്. കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല 4 മണിക്കൊരു കാപ്പിക്കൊരു കടിയായിട്ട് അങ്ങനെ പോകും. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും